നമുക്കൊരു കുഞ്ഞുടുപ്പ് തയ്ക്കാം. 6 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ അളവിലുള്ള ഫ്രോക്കാണ് നമ്മൾ തയ്ക്കുന്നത്. അതിനുവേണ്ടി ടോപ്പ് പോർഷനും സ്കേർട്ട് പാർട്ടിനുമുള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫ്രോക്കിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നതിനുള്ള തുണിയാണിത്. ഇത് 4ആയിട്ടാണ് മടക്കിയിരിക്കുന്നത്. ഫ്രോക്കിൻ്റെ ഫ്രണ്ട് വശവും ബാക്കി വശവും നമ്മൾ ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 4ആയിട്ട് മടക്കിയിരിക്കുന്നത്. ഇതിനൊരു മടക്ക് വശമുണ്ട്, ഒരു ഓപ്പൺ വശമുണ്ട്. അപ്പോൾ ഈ മടക്ക് വശത്താണ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുന്നത്. ഓപ്പൺ വശത്ത് നമ്മൾ ആം ഹോളാണ് അടയാളപ്പെടുത്തുന്നത്. മടക്ക് വശത്തൊന്നും ഓപ്പൺ വശത്തേക്കാണ് അളവുകൾ അടയാളപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് ഈ അളവുകൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത് 14 ഇഞ്ചാണ്. അതിൽ 6 ഇഞ്ച് നമ്മൾ ബോഡി പാർട്ടിന് എടുക്കുന്നു. ബാക്കിയുള്ള 8 ഇഞ്ച് സ്കേർട്ട് പാർട്ടിനാണ് എടുക്കുന്നത്. 6 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് എടുക്കുന്നത്. മടക്ക് വശത്ത് നിന്നും ഓപ്പൺ വശത്തേക്കാണ് അളവുകൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ആ 3.5 ഇഞ്ചിൽ നിന്നും താഴേക്ക് ആം ഹോള് 3.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. ഇനി ഇത് നമുക്കൊരു സ്ക്വയറാക്കി വരച്ചെടുക്കാം. ശേഷം നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് 4.5 ഇഞ്ചാണ്. അത് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 4.5 ഇഞ്ച് വരുന്നത്. ഇനി നമുക്ക് ആം ഹോൾ ഒരു 1/2 ഇഞ്ചിൽ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമുക്ക് ബോഡി ലെങ്ത് അടയാളപ്പെടുത്താം. ബോഡി ലെങ്ത് ഇവിടെ 6 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്താം. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ് ഇവിടെ. ആ നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തിയതിൽ നിന്നും താഴേക്ക് നെക്ക് ലെങ്ത് അടയാളപ്പെടുത്താം. അത് 2.25 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും നമ്മൾ 2.25 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഇനി അത് ഒരു സ്ക്വയറാക്കി വരച്ചിട്ട് നമുക്കൊരു യു ഷേപ്പിലുള്ള നെക്ക് വരച്ചു കൊടുക്കാം. വേസ്റ്റ് അടയാളപ്പെടുത്താൻ നമുക്ക് വേസ്റ്റ് 4.5 തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ചെസ്റ്റിൽ നിന്നും വേസ്റ്റിലേക്ക് ഒരു ലൈൻ വരച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ാണ് വേണ്ടത്. ഇത് ഫ്രണ്ട് ഭാഗത്തിനും ബാക്ക് ഭാഗത്തിനുമായിട്ട് 2 പീസ് തുണിയാണ് സ്കേർട്ട് പാർട്ടിനായിട്ട് വേണ്ടത്. സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് 10 ഇഞ്ചും വിഡ്ത്ത് 28 ഇഞ്ചുമാണ്. അപ്പം 10 ഇഞ്ച് ലെങ്തും 28 ഇഞ്ച് വിഡ്ത്തുമുള്ള 2 പീസ് തുണി സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. രണ്ടിഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്യണം. ഇതുപോലെ ഒരു 6 ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്യണം. അതായത് അതിൻ്റെ നെക്കും ആം ഹോളും തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബോഡി പാർട്ടിൻ്റെ ചീത്തവശത്താണ് നമ്മൾ ഈ ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നത്. ബോഡി പാർട്ടിൻ്റെ ചീത്തവശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശമാണ് നമ്മൾ വെച്ച് തയ്ച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസ് തയ്ച്ചത് തിരിച്ചെടുക്കുമ്പോഴത്തേനും ക്രോസ് പീസിൻ്റെ നല്ല വശമായിരിക്കണം അവിടെ വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ബോഡി പാർട്ടിൻ്റെ ചീത്ത വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് അടിച്ചെടുക്കുക. അപ്പോൾ അതിനു മുമ്പ് ക്രോസ് പീസിൻ്റെ സൈഡൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് എടുക്കുക.
ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്രോസ് പീസ് അടിക്കുമ്പോൾ നന്നായിട്ട് പിടിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. യു ഷേപ്പ് ശരിക്കും കിട്ടത്തക്ക വിധത്തിൽ നന്നായിട്ട് പിടിച്ച് തന്നെ തയ്ച്ചെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കട്ട് കൊടുക്കുക. ഈ ബോഡി പാർട്ടിൻ്റെ നല്ല വശം എടുത്തിട്ട് നമ്മൾ തയ്ച്ച് ചേർത്ത ആ ക്രോസ് പീസ് ഒരു പൈപ്പിംഗ് പോലെ മടക്കി വെച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ അത് മടക്കി വെച്ച് തയ്ക്കുമ്പോഴേക്കും ആ തയ്യൽ തുമ്പ് ഉള്ളിലാക്കി വേണം തയ്ച്ചെടുക്കാനായിട്ട്. ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസ് മടക്കി വെച്ച് ക്രോസ് പീസിൻ്റെ എഡ്ജിൽ കൂടി വേണം തയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ തയ്യൽ തുമ്പ് ഉള്ളിലായിട്ട് വേണം ഇരിക്കാനായിട്ട്. നെക്കിൽ നമ്മൾ പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ക്രോസ് പീസ് ഉപയോഗിച്ച് നമുക്ക് ആം ഹോളും പൈപ്പിംഗ് ചെയ്തെടുക്കാം. പൈപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് മടക്കി അടിക്കുക. അറ്റാച്ച് ചെയ്തതിന് ശേഷം മടക്കി അടിച്ചാലും മതി. നേരത്തെ ചെയ്ത പോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ ചീത്ത വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ബോഡി പാർട്ടിൻ്റെ ആം ഹോള് 2 വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് എടുക്കുക. സ്കേർട്ട് പാർട്ടിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിരുന്നല്ലോ. ഇപ്പോൾ ആ ചോക്ക് കൊണ്ട് വരച്ചിരിക്കുന്നത് സ്കേർട്ട് പാർട്ടിൻ്റെ സെൻറ്ററാണ്. അവിടെ ഒരു പ്ലേറ്റ്സ് ഇട്ട് ഒരു പിൻ കുത്തി വെക്കുക. അതിനുശേഷം നമ്മൾ സ്കേർട്ട് പാർട്ട് പ്ലേറ്റ്സ് ഇടാൻ തുടങ്ങുക. ആ പ്ലേറ്റ്സ് ഇട്ടിട്ട് നമ്മൾ ആ സെൻറ്ററിലുള്ള പ്ലേറ്റ്സ് വരെയും ആ പിൻ കുത്തിയിടിക്കുന്നിടം വരെയും പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബോഡി പാർട്ടിൻ്റെ സെൻറ്ററും സ്കേർട്ട് പാർട്ടിൻ്റെ സെൻറ്ററും ഒരുപോലെയാണോ വന്നിരിക്കുന്നത് നോക്കുക. അതിനുശേഷം ബാക്കിയുള്ള പ്ലേറ്റ്സും കൂടി ഇടുക. അങ്ങനെ ഇടുന്നതുകൊണ്ട് നമുക്ക് സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും അതിൻ്റെ ലെങ്ത് ഒരുപോലെ ആക്കി എടുക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കും. ഇത് നമ്മൾ സ്കേർട്ട് പാർട്ടിനുള്ള പ്ലേറ്റ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും ഒരേ ലെങ്തിൽ തന്നെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്യാം. ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും ഒരുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ രണ്ട് ഭാഗങ്ങളും ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. സ്കേർട്ട് പോർഷൻ ബോഡി പാർട്ടിനോട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ ഒരു 4 പീസ് സമചതുരത്തിൽ മുറിച്ചെടുക്കുക. ഒരു 3 ഇഞ്ച് വീതിയും 3 ഇഞ്ച് നീളവും ആയിട്ട് മുറിച്ചെടുത്താൽ മതി. അതിനുശേഷം അത് ഇതുപോലെ മടക്കിയിട്ട് പൈപ്പിങ്ങിൻ്റെ അറ്റം അതിനുള്ളിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4 വശവും നമ്മളിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. കിഡ്സ് ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.